നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. നിങ്ങളെ പലപ്പോഴും പച്ചക്കറി വിത്തുകളൊക്കെ വാങ്ങി നടുമ്പോൾ കുറേ മുളയ്ക്കാതെ വരും, മുളച്ചാൽ തന്നെ കരുത്തില്ലാതെ വരും. ഇപ്പോൾ എന്താ വെച്ചാൽ അധിക വിത്തുകളും ഹൈബ്രിഡ് സീഡുകളും നാടൻ വിത്തുകളും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളടുത്ത് നഴ്സറിയിൽ നല്ല ഇനം വിത്തുകൾ വരുന്നുണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. പയർ 3-4 തരമുണ്ട്. മുളക്, വഴുതന, വെണ്ട, കയപ്പ, പടവലം, മത്തൻ, കുമ്പളം, അങ്ങനെ തൊട്ട് കുറേ പച്ചക്കറി വിത്തുകളുണ്ട്. അതിൽ ഇപ്പോൾ വന്നിട്ടുള്ള 2 പ്രത്യേക വിത്തുകൾ എന്ന് പറഞ്ഞ്, ഒന്ന് നമ്മളെ പാലക്ക് ചീരയാണ്. പാലക്ക് ചീര എല്ലാവർക്കും അറിയണതാണ്. പാലക്ക് ചീര സാധാരണ നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ ഗ്രോ ബാഗിലൊന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, വേഗത്തിൽ മുളച്ച് വരും. പറിച്ചു വെക്കണം എന്നൊന്നുമില്ല. ഇനി അങ്ങനെ പറിച്ചു വെക്കണം എന്നുള്ള ആളുകൾ കുറച്ച് വിട്ട് പാകി കഴിഞ്ഞാൽ മണ്ണോട് കൂടി പറിച്ചെടുത്ത് വേറെ ഇതിലേക്ക് വെക്കാം. പാലക് ചീര ഉണ്ടോ. അതുപോലെയുള്ള ഒരു ജർജീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിത്താണത്. മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടതും നമുക്ക് ദിവസം 100 കണക്കിന് പാക്കറ്റുകൾ ഇവിടുന്ന് പോകുന്നതായ ഒരു വിത്ത് ജർജീറാണ്. ജർജീർ എന്ന് പറയുന്നത് സലാഡ് ഉപയോഗിക്കുന്ന ലീഫി വെജിറ്റബിളാണ്. അതായത് ഇപ്പോൾ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്തവർക്കൊക്കെ അറിയാം, സലാഡിൽ ഏറ്റവും കൂടുതൽ പച്ചക്ക് കഴിക്കുക, അതിൻ്റെ ഇല പൊട്ടിച്ച് കഴിക്കുക ഭക്ഷണത്തിൻ്റെ ശേഷം, അല്ലെങ്കിൽ സലാഡിൽ അത് ഇട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്യുന്ന ഒരു ഇല വിഭവമാണ് ജർജീർ. ഇപ്പോൾ ജർജീറും നമ്മളെ കാലാവസ്ഥയിൽ നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ ഈ സമയത്തൊക്കെ നന്നായിട്ടുണ്ടാവുന്ന ഒരു ഇതാണ്. അത് നിങ്ങൾ ഇതേപോലെ കമ്പോസ്റ്റും ഒക്കെ ഇട്ടിട്ട് ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിട്ട് അതിൽ ഇപ്പോൾ ഇത്രയും വിത്തുകൾ, ധാരാളം വിത്തുകളുണ്ടോ, വളരെ കുറച്ചെടുത്തിട്ടൊന്ന് പാകി മുളപ്പിച്ചിട്ട് ബാക്കി എടുത്ത് വയ്ക്കുക. ഈ വിത്തുകൾ സൂക്ഷിക്കേണ്ട ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളിത് എടുത്തിട്ട് മിക്കവാറും ആളുകൾ ഫ്രിഡ്ജിൻ്റെ മേലെയോ അല്ലെങ്കിൽ ടി വിയുടെ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ വല്ല സ്ഥലത്ത് ഫോൺ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊക്കെയാണ് വെക്കുക. അവിടെ ഇരുന്നിട്ട് അത് ഒന്നുകിൽ പൂപ്പൽ വരും, അല്ലെങ്കിൽ ചൂട് പിടിക്കും, നശിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് നല്ല ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് ഡപ്പ വൃത്തിയായി തുടച്ച്, ആ പ്ലാസ്റ്റിക് ഡപ്പേൻ്റെ ഉള്ളിലേക്ക് ഈ പ്ലാസ്റ്റിക് കവറോട് കൂടിയിട്ട് തുറന്നു വെക്കരുത്. നല്ല ടൈറ്റ് ചെയ്ത് സ്റ്റാപ്ലർ അടിച്ച് വെച്ചതിൻ്റെ ശേഷം പ്ലാസ്റ്റിക് ഡപ്പയുടെ അകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ എടുത്തിട്ട് നട്ടു കൊടുത്താൽ മതി കേട്ടോ, പാകി മുളപ്പിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്ക് പാലക്കും ജർജീറും എല്ലാ പച്ചക്കറി വിത്തുകളും ഉണ്ട്, പയറും. ഇതൊക്കെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇത്രയധികം കൊറിയർ പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിത്ത് ഞാൻ പറഞ്ഞു പയറും ജർജീറുമാണ്. വിവിധ ഇനം പയറുകളും ജർജീറുമാണ് കേട്ടോ. പിന്നെ അതേപോലെ നാടൻ സൂര്യകാന്തിയുടെ വിത്ത്, ഇതെല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് തരം വിത്താണ് വേണ്ടത് എങ്കിൽ നമ്മളത് കൊറിയറിൽ അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ഈ വിത്തുകൾ ആവശ്യമുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ നമ്പർ അവർക്ക് കൊടുക്കുക കേട്ടോ. നമ്മൾ ഓപ്പൺ അഗ്രികൾച്ചർ ടീമിൻ്റെ ഈ വിഷരഹിത അടുക്കളത്തോട്ടം എന്നുള്ള കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.